ജിസ് ജോയ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ വേഴ്സിറ്റാലിറ്റി കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത്ര കിടിലായിട്ട് ജിസേട്ടൻ ഇത് എടുത്തിട്ടുണ്ട്. തലവൻ രണ്ടുപേരും ഒന്നും പറയാനില്ല. ജിസ് ജോയ് ആസിഫ് അലിയും ബിജുവിൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അത് തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. ജനങ്ങളിങ്ങനെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്നുണ്ട് പടം. അടിപൊളി മൂവിയായിരുന്നു. ലൈക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് യൂഷ്വൽ ആയിട്ടുള്ള ജിസ് ജോയ് മൂവിനെ കഴിഞ്ഞും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ആസിക്ക ആണെങ്കിലും ബിജു മേനോൻ സാർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ലൈക്ക് ഒരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു അവരുടേത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ വർക്കൗട്ട് ആവും. ആസിഫ് അലിയും ബിജുവിൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അത് തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. ത്രില്ലർ എലമെൻറ്റ്സ് ഒരുപാടുണ്ട് പടത്തിൽ. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലൈമാക്സ് കിടി ടെസ്റ്റാണ്. അപ്പോൾ ഈ നിയറസ്റ്റ് ടൈമിലേക്ക് പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പൊളിയാണ്. തിയേറ്റർ വാച്ചുള്ള വർത്താണ്. നമ്മൾ അയ്യപ്പനും കോശിലും ബിജുമനും നമ്മളൊരു ഇപ്പോഴും മനസ്സിലുണ്ടല്ലോ, ആ ഒരു ഐറ്റ സാധനം ഇതിൻ്റെ അകത്ത് ബിജുമനെ തന്നിട്ടുണ്ട്. പിന്നെ ഇവർ കുടുംബത്തിന് ആസിഫ് അലീനെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈലുണ്ട്. അത് പോലീസ് വേഷത്തിൽ വരുമ്പം ജിസ് ജോയ് അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ദീപക് ദേവൻ്റെ BGM എടുത്തു പറയണം. കാരണം ഫസ്റ്റ് തൊട്ട് എൻഡിങ് പിടിച്ചിരുത്തി ആ BGM ആണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്കിതിൽ ഏറ്റവും സന്തോഷം ജിസേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ വേഴ്സിറ്റാലിറ്റി കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത്ര കിടിലായിട്ട് ജിസേട്ടൻ ഇത് എടുത്തിട്ടുണ്ട്. സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പർ പൗർണമി, ഇതേ ആൾ തന്നെയാണ് ഇത് എടുത്തതെന്ന് പറയുമ്പോൾ ആ ഡയറക്ടറിൻ്റെ വേഴ്സിറ്റാലിറ്റി അത്രയും കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അത് മനസ്സിലാവും നമുക്ക്. ഓരോരുത്തരുടെ തെറ്റും ശരിയും അല്ലെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്തു പോകുന്നൊരു സിനിമയാണ്. ഭയങ്കര നല്ല സിനിമയാണ്. ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. ഇത് അവരായിട്ട് ഹൈപ്പ് ചെയ്യാനൊന്നും നോക്കുന്നില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പോലീസുകാരെ കാണുന്ന പോലെ തോന്നും. അല്ലാതെ നമുക്ക് ആ ഒരു ഫീൽ, അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒട്ടും ഹൈപ്ഡപ്പായി അൺറിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ നോക്കിയിട്ടില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫിലിമായിട്ട് എനിക്ക് തോന്നി. അത് അതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് സിനിമയാണ്. ഇതിൽ അത് അയ്യപ്പനും കോശിയും വേറൊരു മൂഡാണെങ്കിൽ ഇതിൽ രണ്ട് പോലീസുകാർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല, ഈഗോ ക്ലാഷ് ആണ്. പക്ഷെ അത് ഭയങ്കര നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഈ സിനിമയിൽ. രണ്ടുപേരും നല്ല പടം. നല്ല പടം. രണ്ടാളും കട്ടക്ക് തലവൻ രണ്ടുപേരും ഒന്നും പറയാനില്ല. ജിസ് ജോയ് രണ്ടുപേരും ഈക്വലിക്കല്ല. കാരണം രണ്ടുപേരും ഒപ്പം നിൽക്കുക. അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഈക്വലിക്കല്ല. അടിപൊളിയാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് നമുക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മൂവി അല്ല ഇത്. സാർ അത് ഭയങ്കരമായിട്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എഫേർട്ടോട് കൂടി ചെയ്തിട്ടുണ്ട്. പക്ക ത്രില്ലറാണ്. നമ്മൾ ആ ലാസ്റ്റത്തെ മൊമെൻറ്റ് വരെ നമ്മൾ ആ ഒരു ലൈക്ക് മുള്ളിമേലിരിക്കുകയെന്ന് അറിയത്തില്ല. ആ ഒരു രീതി എനിക്ക് തോന്നി. എനിക്ക് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ ഞാൻ അറിയത്തില്ല കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അവർ ഓൾറെഡി കോമ്പറ്റീറ്റീവ് മൈൻഡോട് കൂടിയാണ് അഭിനയിച്ചത്. സോറി, സിനിമ നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ത്രില്ലർ മൂവിയായിരുന്നു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് അനുസരിച്ചിട്ട് മകളായിട്ടാണ്. ആസിഫ് അലി. നല്ല അവസാനം വരെ സസ്പെൻസ് നല്ല ആർക്കും ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. ഒരാളെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായി അഭിനയിച്ചു. നമ്മൾ ഇങ്ങനെ ഭയങ്കര ഒരു സസ്പെൻസാണ്. നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല അവസാനം ട്രെയിൻ ചെയ്തത്. തീരം പോലീസ് സ്റ്റോറി അല്ല, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. നന്നായിട്ട് അതെ വേറെ രീതിയിലേക്ക് മാറിയിട്ടുള്ളതാണ്. ഒരു ത്രില്ലിംഗ് മൂവിയാണ്. സസ്പെൻസാണ്. പല രീതിയിലും പലരെയും നമ്മൾ സംശയിച്ച് പോകുന്ന ഒരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തു. എങ്ങനെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ആസിഫ് അലി തന്നെയാണ് കൂടുതൽ നേരം ഉള്ളത്. അപ്പോൾ ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. ഒരു പോലീസുകാരൻ്റെ എല്ലാ രീതിയിലൊരു ഒരു നല്ല പോലീസുകാരനായിട്ട് രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു. BGM നന്നായിട്ടുണ്ട്. BGM കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. ജനങ്ങളിങ്ങനെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്നുണ്ട് പടം. എല്ലാവരും ചോദിച്ചായിരുന്നു അയ്യപ്പൻ കോശി പോലെയാണോ അതോ? അങ്ങനെയല്ല. ത്രില്ലറാണ് മെയിൻ. അതിനകത്ത് രണ്ടുപേരും ഈക്വൽ ക്ലാഷ്. അവസാനം അവരെങ്ങനെ അത് ഡിഫെൻഡ് ചെയ്യുന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു.
ലോ ആയിരുന്നു. ഒരു തിരിച്ചുവരവനായിരിക്കും. നല്ലൊരു മൂവിയാണ് ഇത്. ആക്ച്വലി ഇത് ഹിറ്റാവേണ്ടതാണ്. ഹിറ്റാവട്ടെ. താങ്ക് യു. ആസിഫിൻ്റെ ബിജുവിൻ്റെയും വളരെ എന്താ പറയുക വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരാഭിനയം തന്നെ ഉള്ളൊരു സിനിമയാണ്. ജിസ്മോൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിംഗാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കും എല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. അതൊക്കെ ഉണ്ടാവുന്നേ അല്ലേ? ആ അതെ അതെ അതെ. ഇത് മൊത്തം പോലീസ് സ്റ്റോറി ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറൊരു വേഷം ഇതിനകത്ത് ശരിക്കും തലവൻ ഞാനാ. ശരിക്കും തലവൻ ജിസ്മോനാണ് ഇതിൻ്റെ അല്ലേ? ജിസ്മോനാണ്. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക ജിസ്മോൻ്റെ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകരിലേ പറയേണ്ടത് അല്ലേ?